കൂടാരത്തിന്റെ മേലും ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന കൂടാരത്തിന്റെ മേൽ ആരാധനയ്ക്കുള്ള ഉപകരണങ്ങളുടെ മേൽ എന്ത് ഞാൻ ചോദിക്കുന്ന ചോദ്യം, എന്തിനാണ് അതിനകത്തൊക്കെ രക്തം പുരട്ടുന്നത്? എന്താണ് അതിനകത്ത് കാര്യം? ഒരാമയും വന്നില്ലല്ലോ. നിന്റെ എല്ലാ ജംഗമ വസ്തുക്കളെയും പിശാചിന് കയ്യിലെടുക്കാൻ പറ്റും. നീ കറിക്കരിയുന്ന കത്തിയെ പോലും സാത്താന് കയ്യിലെടുക്കാൻ പറ്റും. നിന്റെ ചിന്തയെ സാത്താന് കയ്യിലെടുക്കാൻ പറ്റും. എന്താ ഒരാമയും വരാത്ത? നിന്റെ വാഹനത്തെ സാത്താന് കയ്യിലെടുക്കാൻ പറ്റും. വേണ്ട ഉപയോഗിക്കുന്ന ഉപകരണത്തെ സാത്താന് കയ്യിലെടുക്കാൻ പറ്റും. ഒരാമയും വന്നില്ലല്ലോ. നിന്റെ തലമുറയെ സാത്താന് കയ്യിലെടുക്കാൻ പറ്റും. മനസ്സിലായില്ല? പാസ്റ്റർമാരെ സാത്താന് കയ്യിലെടുക്കാൻ പറ്റും. എന്താ ഒരാമയും വരാത്ത? നിന്റെ കുടുംബക്കാരെ സാത്താന് കയ്യിലെടുക്കാൻ പറ്റും. പക്ഷെ ഇന്ന് ആത്മാവിൽ വിളിച്ചു പറയാ, അവന്റെ രക്തം തളിക്കപ്പെട്ട ജനം, അവന്റെ രക്തം തളിക്കപ്പെട്ട ദൈവസഭ, അവന്റെ രക്തം തളിക്കപ്പെട്ട കുടുംബത്തിന് മേൽ ഒരു പിശാചിന് കയറാൻ സാധിക്കും. എന്തിനാണ് മോനെ കട്ടളപ്പടിയിലും ഉറുമ്പടിയിലും പുരട്ടുന്നത്? അകത്ത് നിൽക്കുന്ന ജനത്തിന്റെ മേൽ പുരട്ടിയാ പോരെ? ഇല്ല മോനെ, നിന്റെ കുടുംബത്തെ ആകമാനം ദൈവം സംരക്ഷിക്കും. ഒരാമയും വന്നില്ലല്ലോ. ആ കട്ടളപ്പടിയുടെ അകത്ത് കയറാൻ പിശാചിന് ദൈവം ഇടം കൊടുക്കത്തില്ല. നിന്റെ ഭവനത്തിന്റെ അകത്ത് പ്രവേശിക്കുവാൻ ദൈവം ഒരു സാത്താനെ അനുവദിക്കത്തില്ല. ഇന്ന് ഞാൻ കർത്തൃമേശ മുറിക്കുന്നതിന് മുമ്പ് ഒരു അഭിഷക്തനൊരു പ്രവചനം പറയുകയാണ്. ഇന്ന് തുടങ്ങി നിന്റെ ഭവനത്തെ തൊടാൻ, നിന്റെ കുടുംബത്തെ തൊടാൻ, നിന്റെ തലമുറയെ തൊടാൻ ഒരു അന്ധകാരത്തിന് കഴിയത്തില്ല. ശക്തി ബോർഡർ ലൈൻ വരയ്ക്കാൻ പോകുക. നിന്നെ തൊടാൻ, നിന്റെ കുടുംബത്തെ തൊടാൻ ഒരു അന്ധകാര ശക്തികൾക്കും സാധിക്കത്തില്ല. കാര്യങ്ങൾ ഉയർത്തി യേശു ക്രിസ്തുവിന്റെ മഹത്വം കൊടുത്ത് ഹല്ലേലൂയ. സകലവും യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു.